ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ നിങ്ങൾക്കൊക്കെ? അൽഹംദുലില്ലാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, സുഖമായിട്ട് ഇരിക്കണം. കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലേ? അതിൻ്റെ കാരണം നമ്മളെ റിതു ഇവിടെ ഇല്ലായിട്ടാട്ടോ. NSSൻ്റെ ക്ലാസ്സിന് പോയത്, ഒരാഴ്ച ലീവാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും ഫുള്ള് ബ്ലോക്കായിട്ടോ. പിന്നെ ലേഹ്യം ഉണ്ടാക്കുന്ന തിരക്കും കാര്യങ്ങളും പാക്കിങ്ങും ഒക്കെ ആയിരുന്നു. നമ്മളെ കൊറിയർ വിടലും അതേപോലെ നമ്മളെ കോംബോ ഓഫറൊക്കെ അല്ലോണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ ആ വീഡിയോസ് ഇട്ടിട്ടില്ലായിരുന്നു അല്ലേ? അതിൽ കമൻറ്റിൽ കുറേ കണ്ടിരുന്നു, താത്ത ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരികയും. അന്ന് നന്നായിട്ട് കഴുകണം കേട്ടോ. നന്നായിട്ട് കഴുകി വെട്ടി മുറിച്ച് തിളച്ച വെള്ളത്തിലിട്ട് കഴുകണം. വിനാഗിരി ഉപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ടുകാണ്ട് കഴുകിക്കോളി കേട്ടോ. അതൊക്കെ സെറ്റാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ തിരക്ക് പിടിച്ച വീഡിയോസ് ആയിരുന്നു അന്നില്ലേ? അതിൻ്റെ ബാക്കി ഞാൻ നിങ്ങൾക്ക് വിട്ടെന്നില്ലല്ലേ? ഋതു പോണെന്ന് അന്നത്തെ വീഡിയോ തന്നെ അത് കേട്ടോ. അന്ന് അവിടെയാണ് കടന്നു എന്നല്ലാതെ ഓൻ പോയോടുകൂടി എൻ്റെ മൂടൊക്കെ പോയി മക്കളെ. ഓലില്ല ഞാൻ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഞാൻ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് അങ്ങനെ പോയിട്ടോ. പിന്നെ ഇന്നലെ മിഞ്ഞാന്ന് ഋതു വാട്സപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ പറയണ്ടേ, എന്താ അമ്മ വീഡിയോസ് ഒന്നും ഇടാത്ത ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും നമ്മളെ ലേഹത്തിരക്കും എല്ലാം കൂടിയേ ആകെ ഒരു കബ കുബ പറഞ്ഞ് എന്താ നമ്മളെ ബോട്ടി ഉണ്ടാക്കണത് കാണിച്ചു തന്നില്ലല്ലേ? കുറേ മുന്നുണ്ടാക്കിയാലേ ബോട്ടി അതേപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിക്കാണ്ട് ലേസം ഉപ്പും മഞ്ഞളും മുളകും പൊടി ഇട്ടുകാണ്ട് വേവിച്ചാൽ മതി. ചതവ് ഞാൻ ലേസേ ചിക്കൻ അന്ന് കൊടുന്നിരുന്നല്ലോ ഋതു പോണെന്ന്. അപ്പോൾ ഓൽക്കൊന്നും ഞാൻ പറഞ്ഞു ബോട്ടി പറ്റൂല. നമ്മളെ ഷെയ്മോളും ഋതു ഒന്നും തിന്നൂല കേട്ടോ. പിന്നെ ബേബിയാക്കും കൊടുക്കൂല, വയറിന് അങ്ങനെ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റൂല. അത് ഭയങ്കര ഒരു എന്താ പറയുക, ടയർ കടിച്ചണ പോലെ ആയിരിക്കും. നന്നായിട്ട് വേവിച്ച് നെരിച്ച് കരിച്ച് പൊരിച്ച് തിന്നാൽ നല്ല ടേസ്റ്റാട്ടോ. പ്രവാസികളൊക്കെ കണ്ണുണ്ടെങ്കിൽ ഓൽക്ക് ഇങ്ങനെ വെള്ളം ഊറും വായിൽ. അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിവിടെ മലപ്പുറക്കാർക്കൊക്കെ പ്രത്യേക സ്റ്റൈലാണ് ഇത് കേട്ടോ. ബാക്കിയുള്ളവരെ കയ്യേ കുയ്യേ എന്നൊക്കെ പറയും. കാരണം ഓൽക്കൊന്നും അധികം ആളുകൾക്കൊന്നും ഇത് കഴിച്ച് ശീലം ഉണ്ടാവില്ല. അപ്പോൾ അതാക്കണ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടുകാണ്ട് അങ്ങോട്ട് തീമത്ത് വെച്ചാൽ മതി. വെള്ളം കുറച്ച് തോനെ വെച്ചോണ്ടി കേട്ടോ. എന്താണെന്നോ അതിന് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പം ചതവ് ഇടണമെന്നൊന്നുമില്ല. ചതവ് നമ്മളെ ചിക്കൻ ലേസം ഉണ്ടല്ലോ അതിക്കിടാൻ എടുത്തതാണ്. അപ്പം എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അതിക്ക് ഇട്ടു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിച്ചണം ഒരു തട്ടിക്കൂട്ട് പൊരിച്ചലാട്ടോ. എന്താണെന്ന് പറയുക, ഇതിന് 2:30 ആകുമ്പോഴത്തിന് വണ്ടി പോകും അവിടുന്ന് എന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഒരു വെള്ളിയാഴ്ചത്തെ വീഡിയോസ് അത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തില്ലേ, അതിൻ്റെ ബാക്കി ഭാഗം ഞങ്ങൾക്കോട് പറഞ്ഞിരുന്നു ബോട്ടിയും ചിക്കനൊക്കെ കൊടുന്നതില്ലേ. അപ്പോൾ ഈ ഇടുന്ന വീഡിയോസ് ഇട്ടിട്ടില്ല. അപ്പോൾ കമൻറ്റ് ബോക്സിലായാലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആളുകൾ, അതൊന്ന് ബോട്ടിൻ്റെ റെസിപ്പി ഒന്നും കൂടി കാണിച്ചു തരുമോ എന്ന്. നമ്മളിവിടെ ലോൽക്കല്ല പുറത്തുള്ളവർക്കായിരിക്കും. ഇതൊരു എന്താ പൊടിയാണ് കേട്ടോ. അത് ഞാനേ പുറത്തുനിന്ന് സാധനം എടുക്കാൻ പോകുമല്ലോ, നമ്മളെ നട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവിടുന്ന് ഒരു ഇത് കണ്ടാണ് കേട്ടോ. അതിന് പറഞ്ഞ് ചെറുക്കുകയാണ്. ഋതുവാണ് ക്യാമറ പിടിച്ച് നോക്കട്ടോ. അതിൻ്റെ മുന്നേ ക്യാമറ പിടിച്ച ചുമ്മയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകൾ നല്ലോണം അതിൽ കാണുന്നുണ്ടാവും. നന്നായിട്ട് ഇളകി കുളുകിക്കാണ്ടൊക്കെയാണ്. എന്താ വെച്ചാൽ കുട്ടികളെ കയ്യിൽ നമ്മൾ കൊടുക്കുമ്പോഴേ സ്റ്റിക്ക് എന്നും കേടന്നു കൊണ്ടാണ് മക്കളെ ഇത് ഋതു എടുക്കണം കേട്ടോ. അപ്പോൾ അത് ആ വൃത്തിക്കും വെടുപ്പിക്കും അവന് നന്നായിട്ട് വൃത്തിക്ക് എടുത്തു തരും കേട്ടോ. അപ്പോൾ അതെന്താ ഞാൻ ഒരു പൊടിയാണ് കേട്ടോ. നമ്മളെ സ്പേസി എന്നൊക്കെ പറയും, സ്പേസോ എന്താ പറയണേ, എനിക്ക് പൊടിയാടില്ല കേട്ടോ. നിങ്ങളെ മാതിരിയല്ല വർത്താനൊന്നും നമുക്ക് പൊടിയാടില്ല. അപ്പോൾ അത് നമ്മൾ ചിക്കൻ പൊരിച്ച മീൻ പൊരിച്ചണീക്കും ഉരുളങ്കിഴങ്ങ് പൊരിച്ചണീക്കൊക്കെ ഇട്ടാൽ നല്ല രസമാട്ടോ. ആട്ടപ്പൊടിയാണ് ആട്ട് കേട്ടോ. മൈദപ്പൊടിയും കോൺഫ്ലവറൊന്നും കൊടുന്നത് ഇല്ല. അപ്പോൾ കുപ്പിയെ കണ്ടോ, ഇത് ചിറിച്ചാണ് കളിയാക്കി കാണ്ട് കേട്ടോ. അത് ഗർഭിണിയായിരുന്നു അമ്മ പ്രസവിച്ചോ ചോദിച്ചു കാണ്ട്. അപ്പോൾ എന്താണെന്നോ അത് അവിടെ വെച്ചിട്ടുണ്ടെയാളെ അത് പറ്റങ്ങട്ടെ ഒരു ഭാഗം കൂടിയിരിക്കുകയാണ്. എപ്പോഴും എൻ്റെ കുപ്പി അങ്ങനെ തന്നെ കേട്ടോ. അതിൻ്റെ അടുത്ത് വെച്ചിട്ട് ഓനോരോ തമാശ പറഞ്ഞ് ചിരിച്ചാണ്. ഓൻ പോവാന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ബേജാറാണ്. ഒന്നാമത് നമ്മളെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണ ഓനാണ്. എന്തൊരു നമ്മളെ വീഡിയോൻ്റെ നമ്മളെ ചാനലിൻ്റെ കാര്യമായാലും ഇനിയിപ്പോൾ ഒരു ബിസിനസ്സിലായാലും എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ ആരോടെങ്കിലും പറയണോ ഒക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒക്കെ അങ്ങനെയല്ല അമ്മ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തരും കേട്ടോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ ഓലായിട്ട് അതിൻ്റെ പോരായ്മകൾ നല്ലോണം ഇപ്പം ഉണ്ട്. അതുകൊണ്ടാണ് വീഡിയോസ് വല്ലാതെ അങ്ങോട്ട് വരാത്ത കേട്ടോ. വരട്ടെ, നമുക്ക് സൂപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം.
അപ്പം അതാക്കണ് അത് ആ ചിക്കൻ അങ്ങോട്ട് പൊരിച്ചിട്ടോ. ചിക്കൻ്റെ ആ എണ്ണ കണ്ട് ചട്ടിയത്ത് എത്ര താത്ത കറുത്തത് എന്ന് ചോദിച്ചാൽ നിൽക്കണ്ട. നിങ്ങൾക്കറിയാം രാവിലെ ഞാൻ എന്തേലും സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആ എണ്ണ കൊണ്ടില്ല പരിപാടിയായിരിക്കും. അത് പാത്തക്കണ പരിപാടി ഇവിടെ അല്ല. ഒന്നാമത് പള്ളവേദന വരും മക്കളെ കുട്ടികൾക്ക്. അപ്പോൾ പിന്നെ അന്ന് തന്നെയാണ് ഉപയോഗിച്ച് കഴിച്ചും. അപ്പോൾ രാവിലെ പൂരിയായിരുന്നു, പൂരി ഉണ്ടാക്കി കണ്ട് ബാക്കി ഞാൻ അവിടെ വെച്ചിട്ട് ഇപ്പം ഞാൻ അതിക്ക് ചിക്കൻ പൊരിച്ചു. ഇനി ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എണ്ണ കൊണ്ട് എന്താ കാട്ടുക എന്ന് പറഞ്ഞുതരാം കേട്ടോ. പിസ്കത്തരം കാട്ടുകയാണ് അറിയും ചിലവർ. പിസ്കത്തരം അല്ല, നല്ല എണ്ണയല്ലേ, നമ്മൾ രാവിലെ ഉപയോഗിച്ചതല്ലേ. അപ്പോൾ പിന്നെ അന്ന് തന്നെ വൈകുന്നേരം വരെ അതുകൊണ്ട് നമ്മൾ എന്ത് പരിപാടി ഉണ്ടാക്കുകയാണെങ്കിലും അത് ഉപയോഗിക്കാമല്ലോ. നാളേക്കും മറ്റന്നാൾക്കൊക്കെ എടുക്കുമ്പോഴാണ് ആ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതാക്കണം ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ വാങ്ങി കൊടുന്നിക്കണം കേട്ടോ. എന്തിനാ കൊടുന്നതെന്നോ, നമ്മളെ ബോട്ടിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിക്ക് അങ്ങനെ ഇട്ടു. പിന്നെ എന്താ മക്കളൊക്കെ ധൃതി കൂട്ടുന്നുണ്ട് കേട്ടോ ഭക്ഷണത്തിന്. അപ്പോൾ മക്കളങ്ങനെ വല്ലാതെ കാണിച്ചിട്ടില്ല. കാണിച്ചാൽ നിങ്ങൾക്ക് അറിയാം അന്ന് കമൻറ്റ് ബോക്സ് ഓഫായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിത്തനെ മക്കൾ കാട്ടുക ചട്ടീൻ്റെ അടുത്ത് വന്നിക്കുക അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയൂല കേട്ടോ. പിന്നെന്താ നമ്മൾ വാടകയ്ക്ക് നിൽക്കണതാണ്. അപ്പോൾ എപ്പോഴും ഓർമ്മ വേണം. അപ്പോൾ ചെറിയ പോരായ്മകൾ, ചെറുതല്ല വലിയ വലിയ പോരായ്മകൾ ഉണ്ടാവും. നമ്മൾക്ക് ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷയം തന്നെ അല്ല. നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോസ് പഴയതൊക്കെ കാണുന്ന ആളുകൾക്ക് അറിയാം. കുറച്ച് കാലം ഇങ്ങനെയാണ് പോട്ടെ, സപ്പോർട്ട് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നാണ് ലൈക്കുമ്പോൾ തൊടും ഞാൻ പറയുമ്പോൾ തന്നെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ട് നമ്മളെ വീഡിയോസും ഷോർട്സൊക്കെ ഡെയിലി വരുന്നതാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത്തിരി തിരക്കും കാര്യങ്ങളും ഇതും ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെന്താ അതാക്കണ് ചിക്കൻ പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഋതു ധൃതി ഇട്ടിട്ടുണ്ട് മാഷ വിളിക്കും പറഞ്ഞുകാണ്ടി. അപ്പോൾ ലേശം തക്കാളി കൊണ്ടുവരാൻ പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തക്കാളിയാണ് ഓർഡർ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ കാക്കുവിനോട് ഒരു 5 കിലോ തക്കാളി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണം കേട്ടോ. ഒരാഴ്ചക്കാണ് പോണത്. അപ്പോൾ ഇവിടെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്, നെന്മണിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവരെ എന്തിനും ഒരു പ്രാപ്തരാക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് കേട്ടോ ഇവരെ ഈ NSSൻ്റെ പരിപാടി എന്ന് പറയുന്നത്. കുട്ടികളെ എന്തിനും ഒരു പ്രാപ്തരാക്കുമല്ലോ. അപ്പോൾ അതിനുള്ള പരിപാടി. അപ്പോൾ അതിനുള്ള സെറ്റപ്പുകളൊക്കെ നമ്മൾ ഋതുവിന് കുറച്ചൊക്കെ ഒരു കഴിവുണ്ട് നിങ്ങൾക്കറിയില്ലേ. അപ്പോൾ അങ്ങനെ കൂട്ടിയതായിരുന്നു ഓനെ അന്ന് കേട്ടോ. പിന്നെന്താ നമ്മളെ ആ ചിക്കൻ പൊരിച്ചത് ബാക്കി ലേസം അവിടെ നിൽക്കട്ടെ, ബാക്കിയിൽ പൊരിച്ച് കാണാൻ മാറ്റിയിരിക്കണം. എന്താ വെച്ചാൽ ഓൽക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓലാണ് പൊയ്ക്കോളൂ എന്ന് കരുതിയാടേയും ബാക്കി നമുക്ക് മക്കൾക്ക് പൊരിച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടിയിൽ ലേസം വെളിച്ചെണ്ണ പറഞ്ഞ് ചീരുള്ളിയൊക്കെ മുറിച്ചിട്ട് മുരിങ്ങ താളിച്ചട്ട കേട്ടോ. മുരിങ്ങ എൻ്റെ ഒരു വീക്ക്നെസ് നിങ്ങൾക്ക് അറിയാമല്ലേ. അത് എത്ര നമ്മളിവിടെ മലപ്പുറമൊക്കെ അധികവും അങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങൾക്ക് മുരിങ്ങ താളിപ്പ്, തക്കാളി താളിപ്പ്, പപ്പട താളിപ്പ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടോ. അത് ഏതില്ലോലും ഇല്ലാത്തോലെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം കൊണ്ടാണ്. ഉണക്കമീൻ കൊണ്ട് ചമ്മന്തി ഇതൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും കരുതും അങ്ങനത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരണം. ഉണക്കമീനും അതേപോലെ ചീരാപ്പറങ്കിയും പുളിയും ഒക്കെ പാടെ കൂട്ടിക്കാണ്ട് നല്ലൊരു ടേസ്റ്റുള്ള ചമ്മന്തിയൊക്കെ നമ്മളെ ഷെയ്മോളൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷെയ്മോക്കൊക്കെ അങ്ങനെ കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ ചാറില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാക്കണ് കഞ്ഞിവെള്ളം പാരുന്നുണ്ട്. നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ എല്ലാവർക്കൊന്നും അറിയില്ല മുരിങ്ങാ താളിപ്പ്. നമ്മളെ വീഡിയോസിൽ പഴയ വീഡിയോസിലൊക്കെ അങ്ങനെ തന്നെയല്ലേ. എനിക്കിപ്പോഴും ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര മുരിങ്ങാ താളിപ്പ്. അപ്പോൾ മുരിങ്ങാ താളിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കിയിട്ട് ഓല പൂണ പാട്ടൊക്കെ പോട്ടെ എഴുതിക്കാണ്ട് മനസ്സിന് വല്ലാത്തൊരു വിങ്ങലും ഉണ്ട് കേട്ടോ, ഇതും ഇല്ലാത്ത. അപ്പോൾ ഇന്നാണ് ഇപ്പം ഞാൻ ഇതിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് കണ്ട് വിടുന്നത്. ഒഴിവില്ലായിട്ടാണ് മക്കളെ. എന്നാൽ ലേഹം കോമ്പും കാര്യങ്ങളൊക്കെ വെച്ചോണ്ട് കോംബോ അവസാനിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ 4 പ്രൊഡക്റ്റ് എടുക്കുന്നവർക്ക് ചെറിയ റേറ്റിൽ നമ്മൾ സാധനം കൊടുക്കുന്നുണ്ട്. നമ്മൾ ലേഹ്യം, എണ്ണ, അതേപോലെ നമ്മൾ നട്സ് പൊടി, ഹണി ഡ്രൈ ഫ്രൂട്ട്സ് ഈ 4 പ്രൊഡക്റ്റ് എടുക്കുന്നവർക്ക് നല്ല റേറ്റ് കമ്മിയാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പോഴും കോംബോ അവസാനിച്ചിട്ടില്ല. അപ്പോൾ ആ കോംബോ കൂടുതലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഒഴിവും കിട്ടൂല നിങ്ങൾക്കറിയില്ല. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും കഴിയണില്ല. പിന്നെ ഒന്നാമത് ഇതുമില്ലാത്തൊരു വലിയൊരു പോരായ്മ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അത് ഇന്നലെ വോയിസ് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീഡിയോസ് ഇടിയുമായി എന്താ ഇടാത്തതെന്ന് ചോദിക്കുമ്പോൾ. അപ്പോൾ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഇങ്ങനെ കുറിച്ച് കാണ്ടേ എഡിറ്റിങ്ങിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക് കാണുമ്പോൾ കേട്ടോ. ഒരു പോരായ്മ ഉണ്ടാവും. ഞാനാണ് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇളകലും മറിയലും ഒന്നും മുറിച്ചാനും വാലും മുറിച്ചാനും ഇങ്ങോട്ട് ഇരിക്കാനും അങ്ങോട്ട് ഇരിക്കാനും ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതാക്കണം മുരിങ്ങാക്കറി ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പൊരിച്ചുകാണ്ട് മാറ്റി വെച്ച എണ്ണ പിന്നെയും വെച്ചിരിക്കണം കേട്ടോ. ബാക്കിയുള്ള ചിക്കനും ഇട്ടുകാണ്ടാണ് പൊരിക്കട്ടെ. പിന്നെ എന്നിട്ട്
ബാക്കിയുള്ള എണ്ണമുണ്ട്, ബാക്കിയുള്ള പരിപാടിയും കൂടിയാണ് കാണിച്ചു തരാം കേട്ടോ. ഒന്നാമത് എനിക്ക് വീഡിയോസ് എടുക്കാൻ മടിയാണ് മക്കളെ, ഇവിടുത്തെ സാഹചര്യം വെച്ചിട്ട് കേട്ടോ. പിന്നെ അവിടെ വീട് പണി നടക്കുന്നുണ്ട് കേട്ടോ, പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എന്തായാലും അറിയിക്കും. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ റമദാനിന് അങ്ങോട്ട് എത്തണം എന്നതിന് വലിയൊരു ആഗ്രഹമുണ്ട്. കഴിഞ്ഞ റമദാനിൽ എൻ്റെ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയാമല്ലേ, അന്ന് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കടന്നു പോയ ദിവസങ്ങളായിരുന്നു. അന്ന് നമ്മളൊരു ദുആ ചെയ്തിരുന്നു അല്ലേ, അടുത്ത പ്രാവശ്യം റമദാനിന് നമ്മൾ സമാധാനത്തോടു കൂടി ഒരു വീട്ടിൽ നിൽക്കാനൊരു ഭാഗ്യം കൊണ്ടാന്ന്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് കയറണമെന്ന് ഞാൻ കാക്കുവിനോട് ഇന്നലെയും പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത് പണിക്കാരെ കിട്ടായിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ബാത്റൂമിൻ്റെ കാര്യം മാത്രമല്ല, വേറൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനൊക്കെ ആളോട് വന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വന്ന് നോക്കട്ടെ, എന്നിട്ട് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കും. അപ്പോൾ രണ്ടാമത്തെ ചിക്കനും പൊരിച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിക്ക് 2 കരിവേപ്പിൻ്റെ ഇല ഇട്ട് ബാക്കിയുള്ള എണ്ണയിൽ ഞാനിഞ്ഞ് ഇനി അത് പാത്തക്കണ്ട, ബാക്കിയുള്ള എണ്ണ ഇനി പാത്തക്കണ്ടല്ലോ. ഇന്നത്തെ പരിപാടിയോടുകൂടി ആ എണ്ണ കഴിയും. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ എണ്ണ കൊണ്ട് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കിയെന്ന് ഒന്നാണ് കണ്ടോളി കേട്ടോ. പിന്നെ അതൊന്നും കോരിക്കാണ്ട് എടുക്കട്ടെ കേട്ടോ. എന്താ വെച്ചാൽ കുറേ വെള്ളത്തിലാണ് നമ്മളിത് തിളപ്പിച്ച് വേവിച്ചെടുത്തത് അല്ലേ. ആ സാധനം വാങ്ങുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊക്കെ മുറിച്ച് വൃത്തിയാക്കിക്കാണ്ടൊക്കെ തരും മാർക്കറ്റിൽ നിന്ന് കേട്ടോ. അങ്ങനെ വാങ്ങിയത് തന്നെയാണ്, മുറിച്ച് വൃത്തിയാക്കിക്കാണ്ട് വാങ്ങിയത് തന്നെയാണ്. പിന്നെ നമ്മളിവിടെ കൊടുന്നിട്ട് ഒന്ന് ഇത്തിരി സുറുക്കിയും ഒരു ഉപ്പോ കല്ലുപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ടുകാണ്ട് നന്നായിട്ടൊന്ന് പച്ചവെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിലോ അതൊന്നിങ്ങോട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. 2-4 പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കണം, സ്മെല്ലൊക്കെ ഒന്നും പോണ വരെ കേട്ടോ. അപ്പോൾ എന്താ നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. ഞാൻ അതിലും ഇങ്ങോട്ട് പൊരിച്ച് വറുത്ത് കോരി ഇങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് മുരിങ്ങാത്താളിപ്പും നമ്മളെ നെരിച്ച് പൊരിഞ്ഞ് നമ്മളെ ബോട്ടിയും അതേപോലെ അച്ചാറും ഒക്കെ കൂട്ടിക്കാണ്ട് ഇങ്ങോട്ട് ചോറ് നട്ടോ. ചോറ് നാനൊന്നും ഒഴിവ് കിട്ടിയിട്ടില്ല. അപ്പോഴത്തേന് നമ്മളെ മക്കളെയൊക്കെ പറഞ്ഞേക്കണ തിരക്കിലാണ് കേട്ടോ, മക്കളെ നമ്മളെ റിതുവിനെ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി കേട്ടോ. നന്നായിട്ട് ഇപ്പും മുളകും മഞ്ഞളും ഇട്ടിക്കാണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിൽ തക്കാളി ഉള്ളിയൊന്നും ചേർക്കൂല, അച്ചേക്ക് വേവിച്ചെടുക്കല. എന്നിട്ട് നമ്മൾ കുരുമുളകും പൊടിയൊക്കെ ഇട്ടുകാണ്ട് ചിലവർ ഈ വാട്ടുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടുകാണ്ട് ഗ്രേവി പോലെ ആക്കും കേട്ടോ. ഗ്രേവി ആക്കുള്ളാറെ ടേസ്റ്റ് എങ്ങനെയാ വെച്ചാൽ ഇത് നല്ലോണം നമ്മൾ കുരുമുളകും പൊടിയൊക്കെ ഇട്ടുകാണ്ട് വറുത്തെടുക്കണതാണ് കേട്ടോ. അപ്പോൾ തിന്നാൻ നല്ല രസമായിരിക്കും. പിന്നെ കുട്ടികൾക്കൊന്നും കൊടുക്കരുത്, വയറ് കേടരും കേട്ടോ. ഞാൻ വേവിടീൻ്റെ മുന്നൊന്നും എടുത്ത് വായിലിട്ട് നോക്കി. എനിക്കും കാക്കുവിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ തിന്നണത്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ പഴയ വീഡിയോസിൽ കോഴിക്കാലും അതേപോലെ ബോട്ടിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ഉണ്ടാവില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കൂട്ടോ, നമ്മളെ പഴയ കാല ഓർമ്മകൾ ബാക്കിലോട്ട് നോക്കൂട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. പിന്നെ ഇപ്പം കുറച്ചായിട്ട് ഞാൻ നോക്കലില്ല, എനിക്ക് ഭയങ്കര ടെൻഷനാണ് അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതുപോലെ കരിച്ച് മുരിച്ച് തിന്നാൽ നല്ല ടേസ്റ്റാണ്. ഗ്രേവി ആക്കണ്ട, ഗ്രേവി ആക്കുമ്പോൾ ഒരു സ്മെല്ലിങ്ങനെ വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉമ്മച്ചിനെ വേഗം കൊണ്ടേക്കാണ്ട് കുളിപ്പിച്ചിട്ട് കേട്ടോ, ഇത് പോവാനായിട്ടുണ്ട്. അപ്പം ഉമ്മനെ കുളിപ്പിച്ച് റെഡിയാക്കി നിസ്കരിച്ചാനാണ് എത്തിക്കഴിഞ്ഞാൽ ബാക്കിയില്ല നോക്കാമെന്ന് കരുതി. അപ്പോൾ ഓനില്ല പുതപ്പും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കുകയാണ് കേട്ടോ. പിന്നെന്താ, ഓൻ കിടക്കണ റൂമാണ് ഇത് കേട്ടോ, ഒരു റൂം കയറി കുണ്ടനടായി കയറി കേട്ടോ. അപ്പോൾ അതൊന്നും അങ്ങനെ വല്ലാതെ ഞാൻ വീഡിയോസ് എടുത്ത് വിടലില്ല, നിങ്ങൾക്ക് അറിയണമാണല്ലേ. അപ്പോൾ ഈ വീട് തന്നെ ഞാൻ ശരിക്കും വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടില്ല. നമ്മളെ വീടുണ്ടല്ലോ, അപ്പോൾ അവിടെ പോയിട്ട് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെന്തായാലും വീഡിയോസ് ചെയ്യണമല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും അങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓന് പോവാലെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആക്കുകയാണ്. ഒരാഴ്ചക്കാണ് പോണത് കേട്ടോ, സ്കൂൾ തുറക്കുമ്പോഴത്തേന് വരും. അപ്പോൾ ഏകദേശം ഇന്ന് വോയിസ് കൊടുക്കണോണ്ട് നാളെ മറ്റന്നാളേക്ക് ആയിട്ട് ഓൻ വരും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഓനൊന്ന് കാണാനും പോകണമെന്ന് കരുതിന്. പിന്നെന്താ, അതൊക്കെ ഒന്ന് മടക്കട്ടെ കേട്ടോ. മടക്കിയിട്ട് ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഓന് കിടക്കാൻ തലക്കണിയും അതേപോലെ പുതപ്പും പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ കൊണ്ടുപോകണം, കത്തിയൊക്കെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞില്ലേ, അവരെ NSSൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അവരെ എല്ലാത്തിനും ഒരു പ്രാപ്തരാക്കുക എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ അതിൻ്റെ ക്ലാസ്സും കാര്യം. ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അതാക്കണ് ബാഗിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പെങ്ങന്മാരൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒന്നാമോ അല്ലാതെ ഓൽക്ക് എത്ര ഇനിയിപ്പോൾ ഓനൊരു ആൺകുട്ടി മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ കടിപൊടി കൂടിക്കാണ്ട് നിൽക്കുമ്പോഴേ പെട്ടെന്ന് ഇങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ അങ്ങനെ നിന്നിട്ടില്ല കേട്ടോ. ടൂറൊക്കെ പണ്ട് പോയാലും 1-2 ദിവസം കൊണ്ടൊക്കെ എത്തും, ഒരാഴ്ചയൊന്നും നിൽക്കലില്ല. കൊണ്ടേക്കാണ്ട് മടങ്ങി പോന്നപ്പോൾ കാക്കുവിൻ്റെ കണ്ണെന്നെ നിറഞ്ഞിട്ടുണ്ട്. കാക്കു പറയാം, ഞാനെന്താ ഓനെ എയർപോർട്ടിലാക്കി പോകുന്ന പോലെ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ, എനിക്ക് അതിലാറ് സങ്കടം ഉണ്ടായിരുന്നു ഓൻ പോയപ്പോൾ കേട്ടോ. ഒന്നാമത് നമ്മളെ റിതു ഇല്ലാഞ്ഞാൽ ഒന്നും നടക്കൂല എന്നുള്ളൊരു ഇതാണ്, പേടിയായിരുന്നു എനിക്ക്. പിന്നെന്താ, വോയിസ് കൊടുക്കുമ്പോൾ വല്ലാതെ മനസ്സ് പതർണവും വന്നിട്ടില്ല. നാളെ മറ്റന്നാളേക്ക് ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് പോയി കണ്ടും ചെയ്തിക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ. പിന്നെന്താ, കാക്കു വണ്ടി കൊടുന്നിട്ടുണ്ട്. അപ്പോൾ ഓനെ കൊണ്ടേക്കട്ടെ, എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ.
ഉമ്മമാനോടും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ സലാമൊക്കെ പറഞ്ഞു പോയി. ഉമ്മമാനോട് കൗത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് സലാം കൊടുത്ത് കണ്ട് പറയുന്നുണ്ട് ഉമ്മാൻ്റെ ചെവിയിൽ. ഞാൻ വരുമ്പോഴത്തേന് ബോധം കിട്ടി കിടക്കണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. എപ്പോഴും ഉമ്മമ്മ ഇങ്ങനെ വെയ്യാതാണ് അതല്ലേ, നേരം വെളുത്താൽ ചിലപ്പോൾ ഉമ്മ കണ്ണുറക്കലില്ല, വെയ്യാതാവും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതിവിടെ ഒരു പതിവാണ് നിങ്ങൾക്ക് അറിയണേല്ലേ. അപ്പം ഉമ്മമ്മാൻ്റെ ചെവിയിൽ എന്തോ പറയുന്നത് ഇട്ടിട്ട് ഞാൻ ചോദിച്ചാൽ എന്താ ചെയ്യ് പറയണമെന്ന് ചോദിച്ചപ്പോഴേ ഓൻ പറയുന്നുണ്ട് ഞാൻ വരുമ്പോഴത്തേന് ഇതുപോലെ ഉണ്ടാവണം കേട്ടോ എന്ന് പറയാണ് പറഞ്ഞ്. അപ്പോൾ ഇതാക്കണ് കാക്കൂനൊക്കെ ഭയങ്കര മനസ്സിക്ക് എന്തൊക്കെയാ ഒരു ടെൻഷന്. അപ്പോൾ ഒന്നും മാറി നിന്നോട്ടെ, ഓൻ്റെ കാര്യങ്ങളും നോക്കണ്ടേ അല്ലേ. ഓനും തന്നെ വളർന്നു വരികയല്ലേ. 7ലായെന്നൊക്കെയാണ് ആദ്യമായിട്ട് നിങ്ങൾ ഓനെ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം +1 ആയി ഓന്. ഇപ്പോൾ വലിയ കുട്ടിയൊക്കെ ആയി. ഓൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എല്ലാം ഇപ്പോൾ കാറ്ററിങ്ങും കാര്യങ്ങൾക്കൊക്കെ പോലുണ്ട്. എന്നോട് പറയലുണ്ട് വന്നാൽ കേട്ടോ. അധികം ആളുകളും വീഡിയോസ് കാണുന്നതാണ്. അപ്പോൾ കാറ്ററിങ്ങിൽ പോകുമ്പോഴേ ഓൻ പറയലുണ്ട് താത്തമാരൊക്കെ കാണലുണ്ട് എന്നെ റിതു പറഞ്ഞ് ചിരിക്കലുണ്ട്. കാറ്ററിങ്ങിൽ അധികവും സപ്ലൈയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഫുഡ് വിളമ്പിടത്തൊക്കെയാണ് അധികം നിൽക്കൽ കേട്ടോ. അപ്പം ചെറിയൊരു മടിയൊക്കെയാണ് ഓന്, എന്നാലും സന്തോഷമാണ്. ഇവിടെ വരുമ്പോൾ എന്നോട് പറയലുണ്ട് താത്തമാരും ചേച്ചിമാരൊക്കെ എന്നെ കാണലുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഓൻ പോയിട്ടോ. അപ്പോത്തിന് ഇതാക്കണ് നമ്മളെ ക്യാമറ പിടിച്ചാൻ ആളില്ല, ഒറ്റ കൈ കൊണ്ടാണ് കേട്ടോ ഇതാക്കണ്. നെരിച്ച് വറുത്ത് കോരിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.